മത്തി അതുപോലെ തന്നെ ചെതമ്പലുള്ള മീനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊരു കുപ്പി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ ചെതമ്പൽ എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ഏത് മീനാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ മത്തിയാണ് കേട്ടോ, അതിലേക്ക് കുറച്ച് കല്ലുപ്പിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ ചെതമ്പൽ നമുക്ക് റിമൂവ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഇനി ഞാൻ ഇതുപോലെ ഒരു മിനറൽ വാട്ടറിൻ്റെ ഒരു കുപ്പി എടുത്തിട്ടുണ്ട്. അതിൻ്റെ മോൾ വശം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് നമ്മളിതുപോലെ കുറച്ച് സമയം വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന ആ മീനിൻ്റെ ചെതമ്പൽ ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ചെതമ്പൽ ഒരു അല്പം പോലും പുറത്ത് തെറിക്കുകയില്ല. ആ തെറിക്കുന്നത് മുഴുവൻ ആ കുപ്പിക്കകത്ത് പോവുകയും ചെയ്യും കേട്ടോ. അപ്പോൾ കത്തി യൂസ് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ പുറത്ത് മുഴുവനായിട്ട് ചെതമ്പൽ തെറിക്കുകയും ചെയ്യും. കത്തിനേക്കാളും സ്പീഡിൽ നമുക്ക് ചെതമ്പൽ കളയാനായിട്ട് സാധിക്കുകയും ചെയ്യും. എന്നിട്ട് നമുക്ക് ആ മീൻ ഫുള്ളായി തന്നെ ഇതുപോലെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കാം. പിന്നെ നമ്മൾ മീനെല്ലാം വെട്ടി വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ ഇപ്പോൾ മത്തിയൊക്കെ ആണെങ്കിൽ അതിൽ ഭയങ്കര ആയിട്ടൊരു ഉളുമ്പും മണമൊക്കെ ഉണ്ടാവും മത്തിക്ക്. ആ ഒരു സ്മെല്ല് പോകാനായിട്ട് നമ്മൾ കുറച്ച് മൈദ മാവാണെങ്കിൽ മൈദ പൊടി ഇട്ട് കൊടുക്കുക. അല്ല എന്നുണ്ടെങ്കിൽ ചെറുനാരങ്ങയുടെ ഒരു മുറി നീര് ഇതുപോലെ പിഴിഞ്ഞു കൊടുത്തിട്ട് നല്ലോണം എല്ലായിടത്തും ആക്കി കുറച്ച് സമയം ഒന്ന് വെച്ചിട്ട് നമ്മളൊന്ന് കഴുകി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ മീനിലുള്ള മണം മുഴുവനായി തന്നെ പോകാനായിട്ട് ഹെൽപ്പാക്കും കേട്ടോ. പിന്നെ നമ്മൾ കൈയെല്ലാം സോപ്പിട്ട് കഴുകി കഴിഞ്ഞാൽ കയ്യിൽ നല്ല നഖത്തിൻ്റെ അവിടെയൊക്കെ നല്ല പോലെ തന്നെ മീൻ കഴുകിയതിൻ്റെ മണം ഉണ്ടാവും. അത് പോകാനായിട്ട് നമ്മളിതുപോലെ കുരുമുളകിൻ്റെ ഇല തളിരില യൂസ് ചെയ്തിട്ട് ഇതുപോലെ കഴുകി കഴിഞ്ഞാൽ ആ മീനിൻ്റെ മണം ഫുള്ളായി തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് പോകും കേട്ടോ.